ചേട്ടാ നമസ്കാരം. നമസ്കാരം. ബ്രിക്സ് വേഴ്സസ് നാറ്റോ അഥവാ ഇന്ത്യ വേഴ്സസ് നാറ്റോ. ലോകത്ത് പുതിയ ഒരു ശീതയുദ്ധം ഉണ്ടാകും എന്ന ഭയം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. നമ്മൾ ഇതിനു മുമ്പ് ശീതയുദ്ധം അഥവാ കോൾഡ് വാർ കണ്ടത് ലോകത്തിലെ രണ്ട് മഹാശക്തികൾ തമ്മിലുള്ള സൈനികപരമായിട്ടുള്ള യുദ്ധമാണ്. സൈനികപരമായിട്ടുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ അത് US, അമേരിക്കയും സോവിയറ്റ് യൂണിയൻ, അന്നത്തെ കാലത്തെ മൈറ്റി കമ്മ്യൂണിസ്റ്റ് നേഷൻ ആയിട്ടുള്ള സോവിയറ്റ് യൂണിയൻ. പിന്നീട് സോവിയറ്റ് യൂണിയനിൽ ഗോർബച്ചേവ് വരികയും അയാൾ ഒരു മണ്ടനായിട്ടുള്ള ഭരണാധികാരിയാണ് എന്ന് പറയപ്പെടുകയും അതിനുശേഷം സോവിയറ്റ് യൂണിയൻ പലതായി ചിന്നിച്ചിതറി പോവുകയും ചെയ്തു. യുക്രൈൻ, ജോർജിയ, കസാഖിസ്ഥാൻ, തജിക്കിസ്ഥാൻ അങ്ങനെയൊക്കെ പോവുകയും ചെയ്തു, ഇഫ് ഐ എം റൈറ്റ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ അങ്ങനെ ചിന്നിച്ചിതറി പോയപ്പോൾ ശീതയുദ്ധം അവസാനിച്ചു. അമേരിക്കയാണ് ഇനി ലോക പോലീസ് എന്നുള്ളത് അസന്നിഗ്ധമായി അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു. അമേരിക്കയ്ക്ക് ഒരു എതിരാളികളില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവൻ വന്നത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് വരെ ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു സംഘടനയായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, അമേരിക്ക പറയുന്നത് കേൾക്കും, അങ്ങനെയാണല്ലോ. ഇപ്പൊ ലോകത്ത് ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിലും എല്ലാം അമേരിക്കയുടെ കീഴിലാണ്. ഉദാഹരണത്തിന് WHO എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണെങ്കിലും അമേരിക്കയാണ് അതിന് ഫണ്ട് കൊടുക്കുന്നത്, അമേരിക്കയാണ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നോക്കി നടത്തുന്നത്. അമേരിക്ക പറയുന്നത് പോലെ WHO കേൾക്കത്തുള്ളൂ. UN എന്ന് പറയുന്നതും അമേരിക്കയുടെ പിണിയാളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ബ്രിക്സും അമേരിക്കയുടെ കീഴിൽ തന്നെയായിരുന്നു. പക്ഷെ നരേന്ദ്രമോദി വന്നു. നരേന്ദ്രമോദി പല കാര്യങ്ങളും ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഡോളർ എന്ന് പറയുന്നത് വലിയൊരു ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്ന് കാണിച്ചു കൊടുത്തു. റഷ്യയിൽ നിന്ന് നമ്മുടെ കാശിന് എണ്ണ മേടിക്കുന്നത് കാണിച്ചു കൊടുത്തു. ബ്രിക്സ് രാജ്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചു, അവർക്ക് ധൈര്യം പകർന്നു, അവർക്ക് ശക്തി പകർന്നു. ഇന്ത്യൻ മാർക്കറ്റ്, നിങ്ങൾക്ക് വേറെ ഒരു മാർക്കറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ത്യയുടെ മാർക്കറ്റ് ഉണ്ട്, നമ്മളൊരു വലിയ മാർക്കറ്റ് ഫോഴ്സ് ആണ് എന്നുള്ളത് കൃത്യമായി കാണിച്ചു കൊടുത്തു. നമ്മളൊരു മാർക്കറ്റ് ഫോഴ്സ് ആണ് എന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അത് നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് വിചേട്ടൻ നല്ല ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പ്രേക്ഷകർക്കുണ്ടല്ലോ, അവർ ഈ സ്വർണ്ണ മലയുടെ മുകളിൽ ഇരുന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും യാചിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. വിചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പോൾ പല ആൾക്കാരും ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. പല ആൾക്കാരും പല ബിസിനസ്മാൻമാരും സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ബിസിനസിന്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ മാർക്കറ്റിനെ കുറിച്ചാണ് അവർ വാതോരാതെ സംസാരിക്കുന്നത്. ഏത് മാർക്കറ്റിൽ നിന്നാണ് നിങ്ങൾ കളിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. 140 കോടി ജനമുണ്ട് നമുക്ക്. ഈ 140 കോടി ജനം ഉള്ള നമ്മുടെ ഈ മാർക്കറ്റിൽ നിന്ന് വെറും 1 ലക്ഷം പേർക്കിടയിൽ നമ്മൾ കച്ചവടം നടത്തിയാൽ മതി, നമുക്ക് കോടീശ്വരനാവാം. 1 ലക്ഷം പേർക്കിടയിൽ കച്ചവടം നടത്തിയാൽ മതി, നമുക്ക് കോടീശ്വരനാവും. അതിന് അവരുടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. എനിക്കിപ്പോൾ അത് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ്. പുള്ളി ഒരു വമ്പൻ ഉദാഹരണങ്ങളൊക്കെ പറയുന്നു. ആ ഉദാഹരണങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അപ്പോൾ ആ മാർക്കറ്റ് നിങ്ങൾക്ക് തുറന്നു തരാം എന്ന രീതിയിൽ നരേന്ദ്രമോദി എല്ലാവർക്കും ധൈര്യം കൊടുത്തു. ബ്രിക്സ് സ്വാഭാവികമായിട്ടും വളർന്നു. ഇത് അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും ഒരു വലിയ വെല്ലുവിളിയായി മാറി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ബ്രിക്സിനെതിരെയുള്ള ഒരു ശീതയുദ്ധം ഇന്ത്യക്കെതിരെയുള്ള ഒരു ശീതയുദ്ധമായി കൂടെ മാറുമോ എന്നുള്ളതാണ് പല ആൾക്കാരും ആശങ്കപ്പെടുന്നത്. ഇറ്റ്സ് നോട്ട് സൈനികം, ബട്ട് ഇറ്റ്സ് മോർ നയതന്ത്രപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഒരു യുദ്ധമായി മാറാനാണ് ഇതിന്റെ സാധ്യത. ഈ ബ്രിക്സില് നമ്മുടെ ഇപ്പൊ ബ്രിക്സിന്റെ റിയോ ഡി ജനീറോയിൽ വെച്ച് അതിന്റെ ഉച്ചകോടി നടന്നല്ലോ. ആ ഉച്ചകോടിയിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ നാറ്റോയ്ക്കും അമേരിക്കയും വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, അതാണ് ആദ്യത്തെ തീരുമാനം. പരസ്പരം കറൻസികൾ സ്വീകരിക്കാൻ സന്നദ്ധരാകുക, അതാണ് രണ്ടാമത്തെ തീരുമാനം. സാധ്യമെങ്കിൽ ബ്രിക്സ് സ്വന്തം കറൻസി വികസിപ്പിക്കുക. ഡോളറിന്റെ മേൽ ആണിയടിക്കുന്ന തീരുമാനങ്ങളാണിത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ബ്രിക്സിനോട് ഇപ്പോൾ വലിയ ദേഷ്യമാണ്. പോരാത്തതിന് ഈ ബ്രിക്സ് രാജ്യങ്ങൾ അവരുടെ വലിപ്പം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ GDPയുടെ 45% സംഭാവന ചെയ്യുന്ന ബ്രിക്സ് രാജ്യങ്ങളാണ് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലുണ്ടായ തീരുമാനത്തിൽ ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ് അതിലുണ്ടായത്. വളരെ പഴക്കം ചെന്ന ബന്ധമാണ്. ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ 80% റഷ്യയിൽ നിന്നാണ്. 100% താരിഫ് പോലും ഒരു ഭീഷണിയാണ് എന്നുള്ള ഒരു അഭിപ്രായം അതിനകത്ത് ഉരുത്തിരിഞ്ഞു വന്നു. മൂന്നാമത്, ഇന്ത്യ ബ്രിക്സിൽ സജീവമാണ്. എന്നിരുന്നാലും അമേരിക്ക നയിക്കുന്ന ക്വാഡിലും ഇന്ത്യ അംഗമാണ്. ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണം കേട്ടോ. ക്വാഡിലും ഇന്ത്യ അംഗമാണ്, ബ്രിക്സിലും ഇന്ത്യ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. ഈ സംഘടനയിൽ ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് അവിടെ ചർച്ചയായി. ഇന്ത്യ ക്വാഡിലുണ്ട്, ഇന്ത്യ ബ്രിക്സിലുണ്ട്.
ഏതൊക്കെ സംഘടനകളുണ്ടോ ആ സംഘടനയിലെല്ലാം ഇന്ത്യ ഉണ്ട്. അതാണ് നരേന്ദ്രമോദി ഇടയ്ക്ക് പറയുന്നത്, ഞങ്ങളില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു സംഘടനയ്ക്ക് പോലും അസാധ്യമായിട്ടുള്ള ഒരു കാലത്തേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. അടുത്തത്, അമേരിക്ക 100% തീരുവ ചുമത്തിയാൽ അത് ഇന്ത്യയെ ബാധിക്കുമോ എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ ബാധിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ് അവിടെ ഉരുത്തിരിഞ്ഞു വന്നത്. അതിനാൽ ഇന്ത്യ ഒരു നൂൽപാലത്തിലൂടെ നടക്കേണ്ടി വരും എന്നുള്ള ഒരു അഭിപ്രായവും അവിടെ ഉരുത്തിരിഞ്ഞു വന്നു. അപ്പോൾ ഒരു ശീതയുദ്ധത്തിലേക്ക് ഇത് പോകും. കാരണം കഴിഞ്ഞ ദിവസം നാറ്റോ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നു, ട്രംപ് ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ. അപ്പോ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്നു. ബ്രിക്സിന്റെ തലപ്പത്തേക്ക് ഇന്ത്യ വരുന്നു. അത് നാറ്റോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ലോകം മാറുന്നു, ലോകക്രമം മാറുന്നു. പുതിയൊരു ശീതയുദ്ധം ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് നമ്മൾ രണ്ടായിട്ട് തന്നെ കാണണം. ആ ചോദ്യം വളരെ ശരിയായ ഒരു ചോദ്യമാണ്. ഇന്ത്യ ബ്രിക്സിലും ഉണ്ട്, കോഡ് സഖ്യത്തിലും ഉണ്ട്. ഇതെങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതൊക്കെ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. കോഡ് സഖ്യം എന്ന് പറഞ്ഞ ഒരു സൈനിക സഖ്യമാണത്. ആ കോഡ് സഖ്യം പ്രധാനമായി ഊന്നൽ നൽകുന്നത് ഈ നാവിക സഖ്യം ആയിട്ട് തന്നെയാണ് അതിനെ കണക്കൂട്ടേണ്ടത്. കാരണം അവരെ സംബന്ധിച്ച് ഇന്ത്യ ഇല്ലാതെ പസഫിക് ഓഷനിൽ ചൈനയെ നേരിടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് പസഫിക് ഓഷനിലെ ചൈനയുടെ കരുത്ത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ, അമേരിക്ക ആയാലും ഓസ്ട്രേലിയ ആയാലും അതിൽ ഉള്ള മറ്റു രാജ്യങ്ങളായാലും ഒക്കെ തന്നെ, അവരെല്ലാം നാവിക കരുത്തുള്ള രാജ്യമാണ്. പക്ഷെ അവർക്ക് ഒരു നല്ല കമ്പനി കൂടി, ഈ എത്ര കരുത്തുള്ള സേനയാണെങ്കിലും അവിടെ അവർക്കായിട്ട് ചില തട്ടകങ്ങൾ അല്ലെങ്കിൽ താവളങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവരുടെ ഈ കർത്തവ്യം ഇവർക്ക് നന്നായി പൂർത്തിയാക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നടന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം തന്നെ പരിശോധിക്കാം. അവിടെ ഈ അമേരിക്കയ്ക്ക് ഗൾഫിൽ ഉടനീളം വ്യോമത്താവളങ്ങളും സൈനിക താവളങ്ങളും ഉള്ളത് കൊണ്ടാണ് അവരുടെ ജോലി എളുപ്പമായത്. അവരുടെ ബോംബർ അവിടെ വരുന്നു, അത് വന്നിട്ട് ഇത് ചെയ്യുന്നു, അതിനുശേഷം ആ ബോംബർ തിരികെ പോയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് താവളങ്ങളൊന്നുമില്ല, ആ പരിസരത്തൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു ആക്രമണം അമേരിക്കയ്ക്ക് നടത്തുക പ്രയാസകരമായിരുന്നു. അതുകൊണ്ടാണ് ലോകത്ത് എല്ലായിടത്തും അമേരിക്ക, ഇന്ത്യ കണക്കുള്ള ചുരുക്കം ചില രാജ്യങ്ങൾ, ഇന്ത്യ റഷ്യ പോലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതും റഷ്യയെന്നും പറയാൻ കഴിയില്ല. റഷ്യയുടെ പാട്ടത്തിനെടുത്ത ഭൂമിയിലും അവരത്, വിലക്ക് വാങ്ങിയ ഭൂമിയിലും അങ്ങനെ അവരത് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ അല്ല, പണ്ട് റഷ്യയുടെ ഗതികേടിന് വിറ്റ സ്ഥലമാണ്. അപ്പൊ എല്ലായിടത്തും ഉണ്ട് ഇവർക്ക്. അപ്പം എന്തുകൊണ്ടാണ് അവരത് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വളരെ ഈസി ആയിട്ട് അവർ ശത്രുവിനെ അറ്റാക്ക് ചെയ്യാൻ ഒരു ഇടമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കര ഓക്കെ, അതങ്ങനെ പോകുന്നു. കടലിലേക്ക് വരുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്, സ്ഥിതി മാറുകയാണ്. അവരെ സംബന്ധിച്ച് ഈ പാകിസ്ഥാനാണ് ഇപ്പോൾ ഈ പറയുന്ന അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും നല്ല കമ്പനി ഈ പറയുന്ന പസഫിക് ഓഷനിൽ കിടക്കുന്നതിൽ ഇച്ചിരി ലീഡ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാവിക കരുത്തന്മാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇവിടുത്തെ നാവിക കരുത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുഴുവൻ സ്ട്രെങ്തും എടുത്തുകൊണ്ട് ഇപ്പൊ ബാൾട്ടിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ബാൾട്ടിക് സമുദ്രത്തിന്റെ ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ റഷ്യയാണ് കരുത്തന്മാര്. അതൊക്കെ ഇവിടെ വരുമ്പോ ഇവിടെ ചൈനയാണ്. ആ ചൈനയ്ക്ക് എതിരിടണമെങ്കിൽ ഇന്ത്യയെ പോലെ, കാരണം ഇന്ത്യയുടെ നാവിക കരുത്തിൻ്റെത് മാത്രമല്ല, ഇന്ത്യയുടെ സഹായം അനിവാര്യമാണ്. അതായത് പസഫിക് ഓഷനിലായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിലായാലും ഒക്കെ ഇന്ത്യയുടെ കാരണം നമ്മളെ സംബന്ധിച്ച് ജോഗ്രഫിയും വളരെ ഗംഭീരമായിട്ടാണ്. കാരണം നമുക്ക് രസകരമായിട്ട് അടിക്കാം. അതാണ് കറക്റ്റ്. അതായത് നമ്മളെ സംബന്ധിച്ച് നോക്കണം, നമ്മുടെ 3 ഭാഗവും ഏതാണ്ട് സമുദ്രമാണ്. ബംഗാൾ ഉൾക്കടൽ മുതൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കന്യാകുമാരി ആ ഭാഗം തൊട്ട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഏതാണ്ട് ഗുജറാത്തിന്റെ പകുതിയോളം വരുന്ന ഒരു വലിയ തീരമാണ് നമുക്കുള്ളത്. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ ഒരു ഹെൽപ്പ് അവർക്ക് അനിവാര്യമാണ്. ഇതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടും നമുക്ക് ചൈന എന്നുള്ളൊരു ഭീഷണി വലുതായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഒരുപാട് അന്തർവാഹിനികളും മറ്റുമൊക്കെ അടിക്കടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഷിപ്പുകളൊക്കെ കുറവായിരുന്നു, വാർഷിപ്പുകളൊക്കെ, അതൊക്കെ ഭയങ്കര സ്പീഡിൽ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ 6 മാസം കൂടുമ്പോഴും പുതിയ പുതിയ കപ്പലിന്റെ ഇത് നീറ്റിലിറക്കുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ പോകുന്നു ഇന്ത്യ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചൈന ഒരു ഭീഷണിയാണെന്നും, ചൈനയുടെ ഭീഷണി നമുക്ക് വലിയ രീതിയിൽ സംഭവിക്കാൻ ഇടയുള്ളത് കരയുദ്ധത്തിൽ കൂടെയല്ല, പകരം ഈ നാവിക, ഇപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ, യുദ്ധത്തിന്റെ ഗതി തന്നെ മാറി. ആകാശവും കടലുമാണ് ഇപ്പോഴത്തെ മെയിൻ പ്ലാറ്റ്ഫോം യുദ്ധത്തിൻ്റെത്. കര മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ ലോകത്ത് ഈ അടുത്ത സമയത്ത് നടന്ന എല്ലാ യുദ്ധങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ കരസൈന്യം നീങ്ങുന്നു എന്നൊരു വാർത്ത എങ്ങും കാണാനില്ല. മുമ്പെന്ന് പറഞ്ഞാൽ അങ്ങനല്ലായിരുന്നു. മുമ്പ്
എനിക്ക് തോന്നുന്നത് ഈ ഇസ്രായേലും ഈ ഹമാസുമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു 2-3 വർഷം മുമ്പൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കരസേന നീങ്ങി തുടങ്ങി എന്നുള്ള വാർത്തകൾ നമ്മൾ കൊടുക്കുമായിരുന്നു, ടാങ്കുകൾ അതെ നീങ്ങി അതെ. തുടങ്ങി. ഇന്നിപ്പോൾ സമീപകാലത്ത് നടന്ന ഒരു യുദ്ധത്തിൽ നമ്മൾ അങ്ങനെ കേൾക്കുന്നില്ല. പിന്നെ ഇപ്പൊ നമ്മൾ സമീപകാലത്ത് കേട്ട ഒരു ചെറിയ കാര്യം, ഈ റഷ്യ ഉക്രൈൻ വാറിനിടയ്ക്ക് റഷ്യ, അതായത് അവർ ഈ ബോംബിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റഷ്യൻ സേന ഈ അവിടെ പിടിച്ചെടുക്കുന്ന ഭാഗങ്ങൾ അവരുടെ സേനയെ അണിനിരത്തുന്നുണ്ട് എന്നൊരു വാർത്ത മാത്രമേ ഉള്ളൂ. ഉം. അപ്പം അതിനേക്കാൾ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ഇത്, ഇനി കരസേനയിലേക്ക് വന്നു കഴിഞ്ഞാൽ കരസേനയും ഹൈടെക് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതായത് പഴയതുപോലെയുള്ള എന്താണ് പറയുന്നത്, ആ ഒരു കാലഘട്ടത്തിലുള്ള മൂവ്മെന്റ് അല്ല ഇപ്പോൾ കരസേനയുടെ. വളരെ അഡ്വാൻസ് ആയിട്ടുള്ള മൂവ്മെന്റുകളാണ് ഇപ്പോൾ കരസേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തികളിലുള്ള ഈ ഡിഫൻസ് സിസ്റ്റങ്ങളായാലും, ഒപ്പം തന്നെ അതിർത്തി കടക്കുന്നത് തന്നെ അവര് അതായത് ഇവർ അതിർത്തി കടക്കാതെ എങ്ങനെ അതിർത്തിയിലേക്ക് അപ്പുറമുള്ള ശത്രുവിനെ അടിക്കുക എന്നുള്ള നിലയിലേക്ക് അവരും വളർന്നു അതെ അതെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതെ. പിന്നെ കൂടുതൽ ശ്രദ്ധ പോകുന്ന കടലിലേക്കും ആകാശത്തിലേക്കും മാറുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആ സഖ്യത്തെ നമ്മൾ കാണേണ്ടത്. ആ സഖ്യം തുടരുക തന്നെ ചെയ്യും. ആ സഖ്യത്തിന് എന്താ പറയുന്നത്, പ്രത്യേകിച്ച് എന്താ ആർക്കും ബദലാകുകയോ, ചൈനയ്ക്ക് ബദലാണെന്ന് ചൈന പറയുന്നുണ്ടത്, ആർക്കും ഉം. ബദലാകുകയോ അല്ലെങ്കിൽ ആരെയോ വെട്ടുക എന്നുള്ളതല്ല അവരുടെ വ്യാപാരമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ഇതാണ്. ഉം. പിന്നെ ഇപ്പൊ നടന്ന കോഡിന്റെ അല്ല, ഇപ്പോൾ ഈ G7 ഉച്ചകോടിക്കിടയിൽ ഈ സഖ്യരാജ്യങ്ങളെല്ലാം കൂടെ ഒന്ന് കണ്ടിരുന്നു. അപ്പോഴവർ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്, എനിക്ക് തോന്നുന്ന കോഡ് സെക്കൻഡ് രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വരുന്നതെന്ന് തോന്നുന്നു. ഈ നമ്മുടെ ഇതാണ് ഈ റയർ മെറ്റൽസ് നമുക്ക് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യണം, അതിന് ഖനനം നടത്തണം എന്നൊരു ഡിമാൻഡ് ഇപ്പൊ വന്നിട്ടുണ്ട് അതിൽ. മുമ്പ് ഉം. അതല്ലായിരുന്നു. ഇവർ തമ്മിൽ ഇടയ്ക്ക് സൈനിക അഭ്യാസമൊക്കെ നടത്താറുണ്ട്. അപ്പൊ അതാണ് അതിന്റെ കഥ. ഇനി ബ്രിക്സിലേക്ക് വന്നാൽ അങ്ങനെയല്ല. ആദ്യം ഒരു ചെറിയ ഈ റഷ്യ, ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു ചെറിയ ഒരു സഖ്യം. ആ സഖ്യം ഒരു എന്താ പറയുക, ഒരു ദുർബലമായ ഒരു സഖ്യം എന്ന് തന്നെ പറയണ്ടത്. പക്ഷെ ഇന്നത് ദുർബലമല്ല, ആയിരുന്നു. വളരെ അതെ. ശക്തമായി തന്നെ ഇരിക്കുന്നു. അതിൽ ദക്ഷിണാഫ്രിക്ക വന്നിരിക്കുന്നു, ഈജിപ്റ്റ് വന്നിരിക്കുന്നു, UAE, സൗദി തുടങ്ങിയ രാജ്യങ്ങൾ ഏത് നിമിഷവും എത്താമെന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു. തുർക്കി പോലും ഒരു അഡ്മിഷൻ തരുമോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അതൊരു വലിയ സഖ്യമാകുന്നു. ഇതിനിടയിൽ തന്നെ പാരലായിട്ട് മറ്റൊരു സഖ്യം ഈ കുറഞ്ഞ നാൾ കൊണ്ട് നമ്മളത് അനവധി വട്ടം ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കണം. അത് RIC ആണ്, റഷ്യ, ഇന്ത്യ, ഉം. ചൈന എന്ന് പറയുന്ന RIC സഖ്യം. അത് രണ്ടും യെസ്. വളരെ സ്പീഡിലാണ് മുൻപോട്ട് പോകുന്നത്. അതായത് ഈ സഖ്യം അപ്രതീക്ഷിതമായിട്ട് കരുത്താർജിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു 2 വർഷത്തിനുള്ളിൽ നമ്മൾ കാണുന്നത്. ഈ ഉം. G20 ഒരു യോഗം നമ്മുടെ ഇന്ത്യയിൽ നടക്കുകയുണ്ടായി. ആ യോഗത്തിനിടയിലും ഈ ബ്രിക്സിന്റെ, അതിനുശേഷം നടന്ന ബ്രിക്സിന്റെ സമ്മേളനം എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ്. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റുന്നതായിരുന്നു. മോസ്കോയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു. അവിടെ ഈ രാഷ്ട്രത്തലവന്മാരുടെ ആ ഒരു ഇടപഴകലും നമ്മൾ കണ്ടതാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇടപഴകൽ ആയിരുന്നു. ആ ഒരു ഇടപഴകലിൽ നിന്ന് തന്നെ എല്ലാവർക്കും വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ സഖ്യം വെറും ഒരു താൽക്കാലിക സഖ്യമല്ല, ഇല്ലെങ്കിൽ ഒരു വെറുതെ ഒരു സഖ്യമല്ല, ഇവർക്ക് എന്തൊക്കെയോ കാൽക്കുലേഷൻ ഉണ്ടെന്ന്. ആ സഖ്യത്തിന്റെ ഡിന്നറിനിടയിലാണ് പുടിൻ ഒരു നോട്ട് കാണിച്ചത്. ഇതാണ് നമ്മുടെ ബ്രിക്സിന്റെ നോട്ട്, ഡോളറിന് പകരമുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹം ആ നോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന ഡിന്നറിടെ എല്ലാവരും കാണിക്കുക, എല്ലാവരും കൂടി ചിരിക്കുകയും ചെയ്തിരുന്ന ഒരു വാർത്തയൊക്കെ അത് നമ്മളും കൊടുത്തിരുന്നതാണ്. അപ്പോ അങ്ങനെ നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴെന്താണ്, കുറച്ചുകൂടി കളം മൂത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോകത്തിന്റെ ക്രമം തന്നെ മാറിയിരിക്കുന്നു. അമേരിക്ക ആദ്യം ഭീഷണിയുടെ സ്വരത്തിൽ പല രാജ്യങ്ങളോടും സമീപിച്ചു, അത് വിലപ്പോയില്ല. പിന്നെ അവർ താരിഫിന്റെ ഭാഷയിൽ താരിഫ് ഭീഷണി മുഴക്കിക്കൊണ്ട്, അതായത് യുദ്ധഭീഷണിയേക്കാൾ വലുതാണ് താരിഫ് ഭീഷണി. നമ്മൾ കേൾക്കുമ്പോൾ താരിഫ് അല്ല ഉയർത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരു യുദ്ധം കൊണ്ട് ഏതാ പറയുന്നത്, ഒരു 10-100 മിസൈൽ വിട്ട് കുറെ ആളുകളെ കൊല്ലുന്നതിനേക്കാൾ രൂക്ഷമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്, ഒരു രാജ്യത്തിന്റെ നട്ടല്ലൊടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ആ ഒരു രാജ്യത്തിന് പിന്നാക്കം പോവുകയും ആ ജനതയ്ക്ക് അത് വലിയ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചു. ആ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചത് ഏതായാലും ബ്രിക്സിന് നേരെ അതൊരു വാളോങ്ങുകയായിരുന്നു. അവിടെ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, അതിനകത്ത് ഭയങ്കര വിമർശനം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, റഷ്യക്കെതിരെ ഉപരോധം വേണ്ട എന്ന് ഈ യൂറോപ്യൻ യൂണിയനിലുള്ള ചില രാജ്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവർക്ക് ഈ ഉപരോധം കൊണ്ട് അവരാണ് ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇപ്പൊ ഈ അമേരിക്ക അങ്ങനെ ഇപ്പൊ ഒരു നിലപാടെടുത്തുകൊണ്ടോ, ഇല്ല അമേരിക്കയുടെ കൂടെ കുറച്ച് രാജ്യങ്ങൾ നിലപാടെടുത്തുകൊണ്ടോ അല്ലല്ലോ. യൂറോപ്യൻ യൂണിയനിൽ കിടക്കുന്നവരൊന്നും അതിസമ്പന്ന രാജ്യങ്ങളല്ല. ഇവർക്ക് ഈ പാചകവാതകവും പെട്രോളും അടക്കം റഷ്യയിൽ നിന്ന് വരുന്ന അനവധി ചെറിയ രാജ്യങ്ങളുണ്ട്. ചെക്കോസ്ലോവേക്കിയ പോലുള്ള അനവധി ചെറിയ രാജ്യങ്ങളുണ്ട്. ആ ഒരു ഉം. രാജ്യങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള ചെറിയ രാജ്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, റഷ്യക്ക് വലിയ ഉപരോധം ഏർപ്പെടുത്തരുത്. കാരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരുടെ കാര്യം കട്ടപ്പോകയാവും. അപ്പൊ ഇവർ ഈ സാധനങ്ങൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും? ഈ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഉം. അമേരിക്ക അവരുടെ നിലപാടുകൾ സംരക്ഷിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ഉക്രൈൻ വാറിൽ നമ്മൾ നന്നായിട്ട് കണ്ടതാണ്. ഇനി റഷ്യയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബ്രിക്സ് വരുന്നു. ബ്രിക്സിന്റെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞുകൂടി ട്രംപ് അടുത്ത ബോംബ് പൊട്ടിക്കുന്നു. 500% താരിഫ് ഇന്ത്യക്കും റഷ്യക്കും ചൈനയ്ക്കും ഏർപ്പെടുത്താൻ പോകുന്നു. ബ്രിക്സ് രാജ്യങ്ങൾക്കെല്ലാം ഞാൻ കടുത്ത പ്രഖ്യാപിക്കുകയും ചെയ്തു. ബ്രസീലിനെതിരെ 50% താരിഫ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്ന് തന്നെ ബ്രസീലിയൻ പ്രസിഡന്റ് തന്നെ
തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇവിടെ ചക്രവർത്തിയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ ഉപരോധം വിഷയമല്ല. റഷ്യയും അങ്ങനെ തന്നെ പറഞ്ഞു. അതിനുശേഷം ഇന്നാന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത് മാർക്ക് റുട്ടോ, അതായത് അവരുടെ നാറ്റോ സൈനിക മേധാവി മാർക്ക് റുട്ടോ പറഞ്ഞത് ഈ ഇന്ത്യയും ചൈനയും പുട്ടിന് പ്രഷർ കൊടുക്കണം, പ്രഷർ കൊടുത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റണം, ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, നിങ്ങൾക്ക് ഞങ്ങൾ വലിയ രീതിയിൽ താരിഫ് അടിച്ചു തരും എന്നൊരു വലിയ മുന്നറിയിപ്പാണ് കൊടുത്തത്. പക്ഷെ ഞാൻ കരുതിയത് അല്ല, ആ പ്രതികരണമാണ് രസകരം. കാരണം ഞാനത് പ്രതികരിക്കില്ലെന്നാണ് ഞാൻ കരുതിയത്. സാധാരണ ഇതിൽ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റിന് സാധാരണ പ്രതികരണം വരില്ല. പക്ഷെ ഇന്നലെ നമ്മുടെ പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി, നമ്മുടെ സാക്ഷാൽ ശ്രീ സുരേഷ് ഗോപിയുടെ മന്ത്രാലയമാണ്, അദ്ദേഹം സഹമന്ത്രിയാണ്, പെട്രോളിയം സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മന്ത്രി ശ്രീ ഹർദീപ് സിംഗ് പുരി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് ഓരോ രാജ്യവും മാറുന്നതനുസരിച്ച് രാഷ്ട്രീയ നിലപാടല്ല ഞങ്ങൾക്ക് പ്രധാനം, ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങളുടെ രാജ്യവും രാജ്യത്തെ ജനങ്ങളുടെ ഉന്നമനവുമാണ്. അപ്പോൾ അവർക്ക് ഊർജം ലഭിക്കാൻ എവിടെ നിന്ന് കുറഞ്ഞ റേറ്റിന് ഊർജം കിട്ടുമോ അവിടെ നിന്നൊക്കെ ഞങ്ങൾ വാങ്ങും. അത് ഉപരോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പിന്നെ ഇതുപോലുള്ള ഇരട്ട നീതിയും താരിഫ് ഭീഷണിയും വില പോകില്ല, ഞങ്ങൾ വാങ്ങും. കാരണം ഞങ്ങൾക്കിപ്പോ റഷ്യയോടുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടല്ല. അതായത് റഷ്യക്ക് ഞങ്ങളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് പിന്തുണയല്ല, ഉക്രൈനെ ആക്രമിക്കുന്നതിനോ ഇല്ല യൂറോപ്യൻ യൂണിയനെതിരെയുള്ള റഷ്യയുടെ നിലപാടിനുള്ള രാഷ്ട്രീയ പിന്തുണയല്ല ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങളുടെ പൗരന്മാർക്ക് വേണ്ട വില കുറഞ്ഞ എവിടെ കിട്ടും അവിടെ നിന്നൊക്കെ ഞങ്ങൾ വാങ്ങും, അത് ഇനിയും തുടരുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പോയതിന്റെ പിന്നാലെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവും സെയിം കാര്യം തന്നെ പറയുകയുണ്ടായി. അതായത് ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു നെടുനായകത്വം ഇന്ത്യ ഏറ്റെടുക്കുന്നു. കാരണം ബ്രിക്സ് രാജ്യങ്ങൾക്കാണ് ഒരു വലിയ ഭീഷണി ഈ അടുത്ത ദിവസങ്ങളെല്ലാം ട്രംപ് മുൻപോട്ട് വെച്ചിരുന്നത്. നിങ്ങളെ ഞങ്ങൾ വലിയ രീതിയിലുള്ള, അത് പ്രത്യേകം എടുത്തു പറയുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ ഞങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ വലിയ രീതിയിലുള്ള താരിഫ് അടിച്ചു കൊടുക്കും, 500% താരിഫ് അടിച്ചു കൊടുക്കും ഓയിൽ റഷ്യയുടെ നിന്ന് വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ. അപ്പോൾ ഇത് ആര് പൂച്ചക്കാര് മണി കെട്ടും എന്നുള്ളൊരു വലിയ ചോദ്യം അവശേഷിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എല്ലാവരും സംശയത്തിൽ നോക്കിയിരിക്കുന്നത് ആരായിരിക്കും ആദ്യം പ്രതികരിക്കുന്നത്, ചൈന പ്രതികരിക്കുമോ? റഷ്യ ഓൾറെഡി പ്രതികരിച്ചു കഴിഞ്ഞു. റഷ്യ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉപരോധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് പ്രശ്നമൊന്നും അല്ലെന്ന് പറഞ്ഞു, അത് അവരുടെ കാര്യം. അപ്പൊ ഈ ബ്രിക്സിന് വേണ്ടിയിട്ട് ആരായിരിക്കും മുമ്പിൽ വരിക എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ വർഷം അടുത്ത നെക്സ്റ്റ് ബ്രിക്സിന്റെ അധ്യക്ഷ പദവിയിലേക്ക് പോകുന്ന നരേന്ദ്രമോദിയാണ്. അപ്പൊ അത് അദ്ദേഹം ഇപ്പോഴേ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യം ഇന്ത്യയാണ്, അല്ല അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയാണ് പറയുന്നത് ഞങ്ങൾ വാങ്ങും എന്നുള്ളത്. അപ്പൊ ബ്രിക്സിന്റെ സ്റ്റാൻഡ് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് അമേരിക്കയുടെ നിലപാട് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോ അതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു വാർത്ത കൂടി വന്നായിരുന്നു. ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ പഹൽഗാമില് ഈ ഭീകരാക്രമണം നടത്തിയ ഭീകര സംഘടനയെ ഇപ്പോൾ അമേരിക്ക ആഗോള ഭീകരവാദ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ നടന്ന ഈ താരിഫ് യുദ്ധത്തിൽ ഇന്ത്യ ഒരു കടുത്ത നിലപാടുമായി മുന്നോട്ട് വന്നപ്പോൾ ഇന്ത്യയെ ഒന്ന് മയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ. കാരണം ഇന്ത്യ വളരെ കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ നിങ്ങൾ ഭീകരവാദ പട്ടികയിൽ പെടുത്തണം. നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ പോയിരുന്നതാണ്. അപ്പോൾ ഈ ചൈനയ്ക്കൊപ്പം അമേരിക്ക കൂടെ നിന്നിട്ടാണ് ഈ പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് കരിം പട്ടികയിൽ നിന്ന് ഗ്രേ ലിസ്റ്റിലേക്ക് മാറ്റുകയും അവർക്ക് ഫണ്ട് അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തത്. അതിന് പാകിസ്ഥാൻ പറയുന്നത് പോലെ തന്നെ കാശ്മീരിലെ ഭീകരവാദത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചുവെങ്കിൽ പോലും അതിൽ പങ്കെടുത്ത ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട്, കാരണം അവർ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന്. ആ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ തള്ളിപ്പറയാനോ അവർ ഒരു വിദേശ ഭീകര സംഘടനയാണെന്ന് പറയാനോ ഒരുങ്ങിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഞങ്ങൾക്ക് പറ്റിയ ഒരു ടെക്നിക്കൽ എറർ ആയിരുന്നു അത്, അന്ന് തന്നെ ഇവർ അതായിരുന്നു, ഞങ്ങൾക്ക് ഒരു ടെക്നിക്കൽ എറർ പറ്റി എന്നാണ് പറയുന്നത്. ഏതായാലും എറർ ഇപ്പൊ തിരുത്തിയിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ കാശ്മീരിൽ അക്രമം നടത്തുന്ന മുഴുവൻ വിദേശ ഭീകര സംഘടന ആണെന്ന്. പാകിസ്ഥാൻ പറയുന്നത് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന അത് ലഷ്കർ എ തോയ്ബയുടെ പ്രോക്സിയാണ്. ആ സംഘടന കാശ്മീരിൽ തന്നെയുള്ള ആളുകളുടെ സംഘടനയാണ്, കാശ്മീരിലെ പ്രാദേശിക സംഘടനയാണ്, ഇന്ത്യക്കകത്തുള്ള സംഘടനയാണ്, ഞങ്ങളുമായി ബന്ധമില്ല എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ആഗോള ഭീകര സംഘടനയായിട്ട് വിദേശ ഭീകര സംഘടന, 2 ഗണത്തിലാണ് അതിനെ പെടുത്തിരിക്കുന്നത്. രണ്ടാമത് അതിനെ വിദേശ ഭീകര സംഘടനയായിട്ട് കൂടി അതിനെ മാറ്റിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു അനുനയത്തിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ ഈ അനുനയം കൊണ്ട് കാര്യമില്ല. താരിഫ് വേറെ, യുദ്ധം വേറെ. കാരണം കഴിഞ്ഞ ദിവസം ബീജിംഗിലെത്തിയ എസ് ജയശങ്കർ ഷീ ജിൻപിങ്ങിനോട് പറഞ്ഞതുപോലെ വ്യാപാരവും യുദ്ധവും എല്ലാം ഞങ്ങൾക്ക് ഒരുപോലെയുള്ളൂ, അല്ലാതെ ഒരു സൈഡിൽ നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുകയും മറു സൈഡിൽ നിങ്ങളുമായിട്ട് വ്യാപാരം ചെയ്യുക എന്ന് പറയുന്ന ഒരു പണി ഞങ്ങൾക്കില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട്. ഇപ്പൊ ബ്രിക്സ് രാജ്യങ്ങൾ ഒരു രക്ഷകൻ എന്ന റോളിലേക്ക് ഇന്ത്യ സ്ട്രോങ് ആയിട്ട് മുന്നിലോട്ട് വരുന്നു. അത് ഞങ്ങൾ അത് വാങ്ങുമെന്ന് പറയുന്നു. ഇത് അധികം വൈകാതെ എനിക്ക് തോന്നുന്നു ധനുഷ്, സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ചൈന വരാൻ സാധ്യതയുണ്ട്. ഇത് മറ്റു രാജ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബ്രിക്സിന്റെ തന്നെ ബ്രസീലിയൻ പ്രസിഡന്റ് എന്ന് വെച്ചാൽ കട്ടക്കലിപ്പ് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് തന്നെ പുള്ളി ചിലപ്പോൾ അതിന്റെ വേറൊരു പ്രസ്താവന നടത്തും. ഞങ്ങള് ഇപ്പം പറഞ്ഞു കഴിഞ്ഞല്ലോ, അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ ഞങ്ങൾ അതിനകത്ത് ഏത്
നാണയം അല്ലെങ്കിൽ ഏതൊരു പൈസയാണ്, കറൻസിയാണ് വിനിമയത്തിന് വേണ്ടതെന്ന കാര്യത്തിൽ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബാങ്കുകൾ തമ്മിൽ അതിനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൈമാറുമെന്ന് അവരും പറഞ്ഞിരിക്കുന്നു. ഇത് ധനുഷ് ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മുടെ ലോകത്തുണ്ടായ ഒരു ശീതയുദ്ധം ഉണ്ടായിരുന്നു. അത് റഷ്യയുടെ കീഴിൽ അണിനിരുന്ന രാജ്യങ്ങളും അമേരിക്കയുടെ കീഴിൽ അണിനിരുന്ന രാജ്യങ്ങളുമാണ്. പിന്നീട് നമ്മൾ കണ്ടത് റഷ്യ അവരുടെ സാമ്പത്തികമായ തകർച്ചയും ഭരണപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും ഒക്കെ കാരണം അവർ തണുക്കുകയും അങ്ങനെ ശീതയുദ്ധത്തിന് സ്കോപ്പ് ഇല്ലാതെ വരികയും ചെയ്തു. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ 2025 നമ്മൾ കാണുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ വീണ്ടും ഒരു ശീതയുദ്ധം തുടങ്ങുന്നു. അതായത് പുതിയൊരു ശാക്തിക ചേരി ഉയരുന്നു. അതില് അമേരിക്ക ഭയന്നത് പോലെ തന്നെ നാറ്റോയ്ക്ക് ബദലായിട്ട് തന്നെയാണ് ബ്രിക്സ് വരുന്നതെന്ന് പറയേണ്ടി വരും. ശരിക്കും പറഞ്ഞാല് ഈ ബ്രിക്സ് തുടങ്ങി അത് ഇങ്ങനെ മുമ്പോട്ട് വരുന്ന സമയത്ത് എല്ലാവരും കരുതിയത് G7 പകരമായിട്ടാണ് ബ്രിക്സ് എന്നുള്ളതാണ്. G7 എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക സാമൂഹിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപം കൊടുത്ത ഒരു സംഘടനയാണ്. അതിന് ബദലായിട്ടാണ് ഇവിടുത്തെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും വികസനത്തിന് വേണ്ടിയിട്ടും സാമ്പത്തികത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള സംഘടന. പക്ഷെ അത് മാറിയിരിക്കുന്നു, സൈനിക സഖ്യത്തിലേക്ക് ഒരുപക്ഷെ നീങ്ങിയേക്കാം. കാരണം അത് മുമ്പും ചില രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നു, ഈ സഖ്യം സ്ട്രോങ് ആയാൽ അത് നാറ്റോയ്ക്ക് ബദലാകുമെന്നുള്ളത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. G7 ബദലായിട്ട് തന്നെയാണ് ആ സംഘടന വന്നത് അത് തുടക്കം മുതൽ തന്നെ. ഇപ്പോൾ അത് നാറ്റോയ്ക്കും കൂടെ ബദലായ രീതിയിലേക്ക് വളർന്നു വന്നിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഡോളറിന് ബദലായിട്ടുള്ള നാണയം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഏതായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ട്രംപിന്റെ ഈ മലക്കം മറിച്ചിട്ട് ഏത് രീതിയിലോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ അമേരിക്കയിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ സഖ്യരാജ്യങ്ങൾക്ക് തന്നെ വലിയ താല്പര്യമില്ല അദ്ദേഹം പറയുന്നതിനോടൊന്നും തന്നെ. ഇതിൽ നിന്ന് ആകെ നാറ്റോയ്ക്ക് കിട്ടിയ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് 2% കൂട്ടണമെന്നും പറഞ്ഞിട്ടൊരു ഐഡിയ ഇറക്കിയിരുന്നു. അത് 5% വർദ്ധിപ്പിക്കാൻ ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. ട്രംപ് അതിനൊക്കെയുള്ള ഒരു പച്ചക്കൊടി വീഴ്ചയിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന ഒരു വാർത്ത. അതുകൊണ്ട് ആകെ ഒരു ബെനിഫിറ്റ് അതാണ്, 5% കൂടെ. അതായത് ഒരുപാട് നാൾ കൂടിയിട്ടാണ് അവരുടെ പ്രതിരോധ ബഡ്ജറ്റ് കൂടുന്നത്. അതിപ്പോ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ട്രംപ് ആയതുകൊണ്ട് അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഏതായാലും ഇനി അറിയേണ്ടത് എപ്പോഴാണ് ഇത് കയ്യാങ്കളിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ സാമ്പത്തിക രീതിയിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു കഴിഞ്ഞു, മാനസിക ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് കുറെ നാളായി. പിച്ചും പേയും പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ഇതൊക്കെ തുടങ്ങിയിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ രണ്ടാമത്തേത് ഇപ്പൊ സാമ്പത്തിക അങ്ങനെയാണല്ലോ, ഒരു മനുഷ്യനെ നമ്മൾ ഏറ്റുമുട്ടുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം വാക്പോര് തുടങ്ങുക, അതിനുശേഷം പിന്നെ അവരെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തകർക്കുക സാമ്പത്തികമായിട്ടാണ്. അപ്പം സാമ്പത്തികമായിട്ടുള്ള വഴക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കയ്യാങ്കളിയിലേക്ക് എത്തും, അതിന് വലിയ താമസമൊന്നും ഇല്ല. അത് എവിടെ തുടങ്ങും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ ഏതാണ്ട് ഒരു ചിത്രം വ്യക്തമായി വരുന്നു. ഇതിന്റെ ഫസ്റ്റ് ലാപ്പിൽ അല്ലെങ്കിൽ ആദ്യ റൗണ്ടിൽ ആരൊക്കെയാണെന്നുള്ള ചിത്രം വ്യക്തമായി വരുന്നു. അത് ഒന്ന് ബ്രിക്സും മറ്റൊന്ന് നാറ്റോയുമാണ്. പക്ഷെ ഈ നാറ്റോയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എത്ര പേര് അങ്ങനെ അനുകൂലമായി നിൽക്കുമെന്ന് അറിയില്ല. കാരണം ഈ റഷ്യയെ പിണക്കിക്കൊണ്ട് പോകാൻ കഴിയാത്ത ഒരുപാട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുണ്ട്. ഈവൻ ജർമ്മനി പോലും 55% അവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം ഇതൊക്കെ ഒരു സുപ്രഭാതം നിർത്തുക എന്ന് പറഞ്ഞാൽ അവർ എന്തുമാത്രം ഇവരിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നാറ്റോയും ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നത് 2027 കൂടി നമുക്ക് റഷ്യയുടെ കയ്യിൽ നിന്നുള്ള എല്ലാം പതുക്കെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. അതൊക്കെ എത്രത്തോളം നടക്കും എന്നുള്ളത് കാത്ത് കാണേണ്ട കാര്യമാണ്. കാരണം എണ്ണയാണ് എല്ലായിടത്തും കുഴിച്ചാൽ കിട്ടുന്ന സാധനമല്ലല്ലോ, ഉള്ളിടത്തും നല്ലത് കുഴിക്കാനും എടുക്കാനും കഴിയും. അതൊക്കെയാണ് അതിന്റെ ഇതിപ്പോ എങ്ങനെ പോകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും.